ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ക്ലാസ് റൂം. ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് K2 4th സെമസ്റ്റർ സിവിൽ എഞ്ചിനീയറിംഗിലെ CE 206 ഫ്ലൂയിഡ് മെക്കാനിക്സ് 2ലെ മൊഡ്യൂൾ 6ലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. സോ മൈസെൽഫ് അഞ്ജു തുളസി ഫ്രം ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അടൂർ. മൊഡ്യൂൾ 6ലെ ലാസ്റ്റ് ടോപ്പിക് നമുക്ക് നോക്കാം, ക്ലാസിഫിക്കേഷൻ ഓഫ് മോഡൽ. ഓക്കെ, ഹൈഡ്രോളിക് മോഡൽസിൽ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒന്ന് അൺഡിസ്റ്റോർട്ടഡ് മോഡലും രണ്ട് ഡിസ്റ്റോർട്ടഡ് മോഡലും. അൺഡിസ്റ്റോർട്ടഡ് മോഡൽ എന്ന് പറഞ്ഞാൽ പ്രോട്ടോടൈപ്പിലെ ആ പ്രോട്ടോടൈപ്പുമായിട്ട് ജോമെട്രിക്കലി സിമിലർ ആയിരിക്കും ഈ മോഡൽസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മോഡൽസ് ആണ് അൺഡിസ്റ്റോർട്ടഡ് മോഡൽസ് എന്ന് പറയുന്നത്. സോ അൺഡിസ്റ്റോർട്ടഡ് മോഡൽസ് ആർ ദോസ് മോഡൽസ് വിച്ച് ആർ ജോമെട്രിക്കലി സിമിലർ ടു ദ പ്രോട്ടോടൈപ്സ്. സോ പ്രോട്ടോടൈപ്സുമായിട്ട് ജോമെട്രിക്കലി സിമിലർ ആയിരിക്കും ഈ മോഡൽസ് എന്ന് പറയുന്നത്. മോഡലിന്റെയും പ്രോട്ടോടൈപ്പിന്റെയും ലീനിയർ ഡയമെൻഷന്റെ സ്കെയിൽ റേഷ്യോ സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള മോഡൽ നമുക്ക് അൺഡിസ്റ്റോർട്ടഡ് മോഡൽ എന്ന് പറയാം. Okay, so if the scale ratio for the linear dimensions of the model and the prototype is same, the model is called undistorted model. So undistorted മോഡലിന്റെ റിസൾട്ടിൽ നിന്നും നമുക്ക് ആ പ്രോട്ടോടൈപ്പിന്റെ ബിഹേവിയർ ഒക്കെ ഈസിലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. So the behavior of the prototype can be easily predicted from the results of the undistorted model. Next, distorted model. Distorted model എന്ന് പറയുകയാണെങ്കിൽ അത് പ്രോട്ടോടൈപ്പുമായിട്ട് ജോമെട്രിക്കലി സിമിലർ ആയിരിക്കത്തില്ല. മോഡലും പ്രോട്ടോടൈപ്പും ജോമെട്രിക്കലി സിമിലർ അല്ലെങ്കിൽ അങ്ങനെയുള്ള മോഡലിനെയാണ് നമ്മൾ ഡിസ്റ്റോർട്ടഡ് മോഡൽ എന്ന് പറയുന്നത്. ബട്ട് അൺഡിസ്റ്റോർട്ടഡ് മോഡലിൽ എങ്ങനെയായിരിക്കും? ജോമെട്രിക്കലി രണ്ടും സിമിലർ ആയിരിക്കും. ഓക്കെ, ഇനി ഡിസ്റ്റോർട്ടഡ് മോഡലിലാണെങ്കിൽ സ്കെയിൽ റേഷ്യോ ഫോർ ദ ലീനിയർ ഡയമെൻഷൻസ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും പ്രോട്ടോടൈപ്പിന്റെ മോഡലിന്റെ. സോ ഡിസ്റ്റോർട്ടഡ് മോഡലില് ഡിഫറെന്റ് സ്കെയിൽ റേഷ്യോസ് ആയിരിക്കും ഫോർ ദ ലീനിയർ ഡയമെൻഷൻസ്. സോ അൺഡിസ്റ്റോർട്ടഡ് മോഡലിൽ എങ്ങനെയായിരുന്നു? സെയിം സ്കെയിൽ റേഷ്യോസ് ആയിരുന്നു ഫോർ ദ ലീനിയർ ഡയമെൻഷൻസ് അല്ലെ. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ റിവർ, ഹാർബർ, റിസർവെയർ ഒക്കെ എടുക്കുവാണെങ്കിൽ ഇതിന് രണ്ട് ഡിഫറെന്റ് സ്കെയിൽ റേഷ്യോസ് ആണ് വരുന്നത്. ഒന്ന് ഹൊറിസോണ്ടൽ ഡയമെൻഷൻസ് ഉണ്ട്, രണ്ടാമത് വെർട്ടിക്കൽ ഡയമെൻഷൻസ് ആയിരിക്കും എടുക്കുന്നത്. സോ ഒന്ന് ഹൊറിസോണ്ടൽ ഡയമെൻഷൻസ് എടുക്കും, രണ്ട് വെർട്ടിക്കൽ ഡയമെൻഷൻസ് എടുക്കും. അതുകൊണ്ട് രണ്ട് ഡിഫറെന്റ് സ്കെയിൽ റേഷ്യോസ് ആണ് ഉള്ളത്. അങ്ങനെ രണ്ട് ഡിഫറെന്റ് സ്കെയിൽ റേഷ്യോ ഉള്ളത് കാരണം ഇത് എന്ത് ടൈപ്പ് മോഡലാണ്? ഡിസ്റ്റോർട്ടഡ് മോഡൽ ആയിരിക്കും. സോ thus the models of rivers, harbors, reservoirs will become a distorted models. ഇനിയിപ്പം റിവേഴ്സിനൊക്കെ ആണെങ്കിൽ ഹൊറിസോണ്ടൽ സ്കെയിൽ റേഷ്യോയും വെർട്ടിക്കൽ സ്കെയിൽ റേഷ്യോയും സെയിം എടുത്താൽ എന്ത് സംഭവിക്കും? അതൊരു അൺഡിസ്റ്റോർട്ടഡ് മോഡൽ ആവും അല്ലെ. കാരണം അൺഡിസ്റ്റോർട്ടഡ് മോഡലിലാണെങ്കിൽ രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, ഡിസ്റ്റോർട്ടഡിലാണെങ്കിൽ രണ്ടും ഡിഫറെന്റ് ആയിരിക്കും സ്കെയിൽ റേഷ്യോസ് വരുന്നത്. സോ റിവറിന്റെ കേസിൽ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ സ്കെയിൽ റേഷ്യോസ് സെയിം ആയ അത് അൺഡിസ്റ്റോർട്ടഡ് ആകും. ബട്ട് എന്താണ്? ഡെപ്ത് ഓഫ് വാട്ടർ എങ്ങനെയായിരിക്കും? ഇൻ ദ മോഡൽ ഓഫ് ദ റിവർ വിൽ ബി വെരി വെരി സ്മോൾ വിച്ച് മേ നോട്ട് ബി മെഷർഡ് അക്യുറേറ്റ്ലി. ഡെപ്ത് ഓഫ് വാട്ടർ മോഡലിൽ എങ്ങനെയായിരിക്കും? മോഡൽ ഓഫ് ദ റിവറിലെ ഡെപ്ത് ഓഫ് വാട്ടർ എങ്ങനെയായിരിക്കും? സ്മോൾ, വെരി വെരി സ്മോൾ ആണ്. നമുക്കത് അക്യുറേറ്റ്ലി മെഷർ ചെയ്യാൻ പോലും പറ്റത്തില്ല. So the following are the advantages of the distorted models. First one is the vertical dimensions of the model can be measured accurately. Second one, the cost of the model can be reduced. Third one, the turbulent flow in the model can be maintained. So these are the advantages of the distorted models. Next നമുക്ക് സ്കെയിൽ റേഷ്യോസ് ഫോർ ഡിസ്റ്റോർട്ടഡ് മോഡൽസ് നോക്കാം. രണ്ട് ഡിഫറെന്റ് സ്കെയിൽ റേഷ്യോസ് ആണ് എടുക്കുന്നത് ഡിസ്റ്റോർട്ടഡ് മോഡൽസിന്. വൺ ഫോർ ഹൊറിസോണ്ടൽ ഡയമെൻഷൻസ് ആൻഡ് അതർ ഫോർ വെർട്ടിക്കൽ ഡയമെൻഷൻസ്. സോ ലെറ്റ് LR of H ഈക്വൽ സ്കെയിൽ റേഷ്യോ ഫോർ ഹൊറിസോണ്ടൽ ഡയമെൻഷൻ. സോ LRH ആണ് സ്കെയിൽ റേഷ്യോ ഫോർ ഹൊറിസോണ്ടൽ ഡയമെൻഷൻ. അങ്ങനെയാണെങ്കിൽ LRH ഈക്വൽ LP by LM അല്ലെങ്കിൽ BP by BM equal to linear horizontal dimension of prototype by linear horizontal dimension of model. So LP BP ഒക്കെ എന്താണ്? linear horizontal dimension of prototype ആണ്. LM BM ഒക്കെ linear horizontal dimension of model ആണ്. ഓക്കെ, ഇനി LRV എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കെയിൽ റേഷ്യോ ഫോർ വെർട്ടിക്കൽ ഡയമെൻഷൻ ആണ് LRV എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലീനിയർ വെർട്ടിക്കൽ ഡയമെൻഷൻ ഓഫ് പ്രോട്ടോടൈപ്പ്, വെർട്ടിക്കൽ ഡയമെൻഷൻസ് ആണ് പറയുന്നത്. മറ്റത് ഹൊറിസോണ്ടൽ ഡയമെൻഷൻസ് ആയിരുന്നു. സോ ലീനിയർ വെർട്ടിക്കൽ ഡയമെൻഷൻ ഓഫ് പ്രോട്ടോടൈപ്പ് ബൈ ലീനിയർ വെർട്ടിക്കൽ ഡയമെൻഷൻ ഓഫ് മോഡൽ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡയമെൻഷൻ HP by H. Okay. Then the scale ratio for velocity, area, flow, discharge, etc.
In terms of LRH and LRV can be obtained for distorted models as given below. ഇനി ഓരോന്നിന്റെ സ്കെയിൽ റേഷ്യോ നമുക്ക് കാണാം. So first one is a scale ratio for velocity. Okay. Let VP എന്ന് പറഞ്ഞാൽ velocity in prototype. VM എന്ന് പറഞ്ഞാൽ velocity in model. അല്ലേ? So scale ratio എടുക്കാം VP by VM. So നമുക്കറിയാം V എന്ന് പറഞ്ഞാൽ root of 2GH. V എന്ന് പറഞ്ഞാൽ root 2GH ആണ്. So VP equal root 2G HP. VM എന്ന് പറഞ്ഞാൽ root 2G HM. അല്ലേ? ഓക്കെ. root 2G ക്യാൻസൽ ആയി പോവും. ബാക്കി എന്തുണ്ട്? root of HP by HM. ഓക്കെ. HP by HM എന്ന് പറഞ്ഞാൽ LRV ആണ്. സ്കെയിൽ റേഷ്യോ ഫോർ വെർട്ടിക്കൽ ഡയമെൻഷൻ. സോ root of HP by HM ന് പകരം എന്ത് കൊടുക്കാം? LRV എന്ന് കൊടുക്കാം. സോ root of LRV ആണ് scale ratio for velocity. Next, scale ratio for area of flow. Let AP be the area of flow in prototype. Area of the flow in prototype. So, BP into HP ആണ് area. AM എന്ന് പറഞ്ഞാൽ area of flow in model. BM into HM. Okay. So, നമുക്കൊരു scale ratio കണ്ടുപിടിക്കാം. AP by AM equal AP എന്ന് പറഞ്ഞാൽ BP into HP. By AM എന്ന് പറഞ്ഞാൽ BM into HM. Okay. ഇനി BP by BM എന്താണ്? BP by BM എന്ന് പറഞ്ഞാൽ എന്താണ്? LRH ആണ്. ദാറ്റ് ഈസ് സ്കെയിൽ റേഷ്യോ ഫോർ ഹൊറിസോണ്ടൽ ഡയമെൻഷൻ. HP by HM എന്താണ്? HP by HM എന്ന് പറഞ്ഞാൽ LRV ആണ്. സ്കെയിൽ റേഷ്യോ ഫോർ ദ വെർട്ടിക്കൽ ഡയമെൻഷൻ ആണ്. സോ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും BP by BM എന്താണ്? LRH ഇൻറ്റു HP by HM എന്താണ്? LRV. ഓക്കെ, അതാണ് സ്കെയിൽ റേഷ്യോ ഫോർ ഏരിയ ഓഫ് ഫ്ലോ. നെക്സ്റ്റ് സ്കെയിൽ റേഷ്യോ ഫോർ ഡിസ്ചാർജ്. സോ ലെറ്റ് QP എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ത്രൂ പ്രോട്ടോടൈപ്പ്, QM എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ത്രൂ മോഡൽ. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. സോ QP എന്ന് പറയുമ്പോൾ ഏരിയ ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് ഈസ് AP ഇൻറ്റു VP പ്രോട്ടോടൈപ്പിന്റെ. അതേപോലെ തന്നെ മോഡലിന്റെ എന്തായിരിക്കും? AM ഇൻറ്റു VM. ഓക്കെ, നമുക്ക് ഇനി റേഷ്യോ ആയിട്ട് എഴുതാം. QP by QM ഈക്വൽ QP എന്താണ്? AP ഇൻറ്റു VP. QM എന്താണ്? AM ഇൻറ്റു VM. ഓക്കെ, ഇനി AP by AM എന്താണ്? നമ്മളിവിടെ പറഞ്ഞായിരുന്നു AP by AM എന്ന് പറഞ്ഞാൽ LRH ഇൻറ്റു LRV ആണെന്ന്. സോ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം LRH ഇൻറ്റു LRV. ഓക്കെ, ഇനി VP by VM എന്താണ്? റൂട്ട് ഓഫ് LRV. ഓക്കെ, സോ LRH ഇൻറ്റു LRV ഇൻറ്റു റൂട്ട് ഓഫ് LRV എന്താണ്? LRV raised to 3/2. ഓക്കെ, ഇതാണ് സ്കെയിൽ റേഷ്യോ ഫോർ ഡിസ്ചാർജ്. സോ താങ്ക് യു.